നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെനസ്വേലയ്ക്ക് പിന്നാലെ ഇറാനിലും സൈനികമായി ഇടപെടാൻ യുഎസ് തയ്യാറെടുക്കുന്നുവെന്ന് അഭ്യൂഹം ഉയരുന്നു. യുഎസ് വ്യോമസേനയുടെ ഏറ്റവും വലിയ ചരക്ക് വിമാനമായ C-5, C-17 എന്നീ വിമാനങ്ങളും യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാനായി ഉപയോഗിക്കുന്ന ടാങ്കർ വിമാനങ്ങളും മധ്യേഷ്യ ലക്ഷ്യമാക്കി നീങ്ങിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. യുഎസിൽ നിന്ന് യുകെയിലെ വ്യോമതാവളത്തിലേക്കാണ് ഇവ പുറപ്പെട്ടത്. ബ്രിട്ടനിലെ RAF ഫെയർഫോർഡ്, മൈൽഡൻ ഹാൾ, ലേക്കൻ ഹീത്ത് എന്നീ വ്യോമതാവളങ്ങളിലാണ് യുഎസ് വിമാനങ്ങൾ എത്തിയത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇവിടേക്ക് വലിയ തോതിൽ ഇത്തരം വിമാനങ്ങൾ എത്തുന്നതും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. യൂറോപ്പിലെയും മധ്യേഷ്യയിലെയും യുഎസ് സൈനിക നീക്കങ്ങൾക്ക് ഉപയോഗിക്കുന്ന വ്യോമതാവളമാണ് ഇവ. C-5, C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങൾ സൈനികർക്ക് പുറമെ ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും വാഹനവും ഒക്കെ കൊണ്ടുപോകാനായി ഉപയോഗിക്കുന്നവയാണ്. സൈനികർ കനത്ത കവചിത വാഹനങ്ങൾ, ചിനൂക്ക്, ബ്ലാക്ക് ഹോക്ക് തുടങ്ങിയ ഹെലികോപ്റ്ററുകൾ എന്നിവ അതിവേഗം ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനാണ് ഇവ ഉപയോഗിക്കുന്നത്. വലിയ തോതിലുള്ള സൈനിക നീക്കമാണ് നടക്കുന്നതെന്നാണ് റിപ്പോർട്ട്. ഇത്തരത്തിലൊരു നീക്കം നടന്നതായി യുഎസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ വിമാനങ്ങൾ വ്യോമതാവളത്തിൽ നിന്ന് പുറപ്പെട്ടുവെന്ന തരത്തിലുള്ള വീഡിയോകളും വിവരങ്ങളും എക്സിൽ പ്രചരിക്കുന്നുണ്ട്. സൈനിക നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ ഈ വിന്യാസത്തിന്റെ വേഗതയും അളവും പരിശോധിക്കുമ്പോൾ ഇത് സാധാരണ പരിശീലനമല്ലെന്നും മറിച്ച് അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള മുൻകരുതൽ പദ്ധതികളുടെ ഭാഗമായാണെന്നുമാണ് വിലയിരുത്തൽ. യുകെയിലെത്തിയ വിമാനങ്ങൾ പലതും അമേരിക്കയുടെ 160ാമത് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഏവിയേഷൻ റെജിമെന്റുമായി ബന്ധപ്പെട്ടവയാണ് എന്നത് അതീവ പ്രാധാന്യം അർഹിക്കുന്നു. രാത്രികാലങ്ങളിൽ രഹസ്യമായി ശത്രു മേഖലകളിൽ സൈനികരെ എത്തിക്കുന്നതിൽ വൈദഗ്ധ്യമുള്ള വിഭാഗമാണിത്. ഇതിനു പുറമെ കനത്ത ആയുധശേഷിയുള്ള AC-13J ഗോസ്റ്റ് റൈഡർ വിമാനങ്ങൾ വിന്യസിച്ചിട്ടുണ്ട്. ഇവ കരസേനയ്ക്ക് വ്യോമസഹായം നൽകാനും ശത്രു ലക്ഷ്യങ്ങളെ തകർക്കാനും ശേഷിയുള്ളവയാണ്. മധ്യേഷ്യയിലെ യുഎസ് സൈനിക താവളത്തിലേക്ക് പെട്ടെന്ന് എത്തുന്നതിന് വേണ്ടിയാണ് ഇവയെല്ലാം എന്നും റിപ്പോർട്ടുകളുണ്ട്. മധ്യേഷ്യയിലേക്ക് ഇത്രയധികം വലിയൊരു സേനാ നീക്കത്തിന്റെ ആവശ്യകത നിലവിലില്ല. അതിനാൽ ഇത് ലക്ഷ്യമിടുന്നത് ഇറാനെയാണെന്നാണ് അഭ്യൂഹം. കഴിഞ്ഞ ദിവസം യുഎസിന്റെ നിരീക്ഷണ വിമാനമായ P-8 ഇറാന്റെ വ്യോമാതിർത്തി കടന്ന് നിരീക്ഷണം നടത്തിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചില്ലെങ്കിലും ഫ്ലൈറ്റ് റഡാർ വിവരങ്ങൾ P-8ന്റെ സാന്നിധ്യം ഇറാൻ വ്യോമാതിർത്തിയിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് പകരം ഇറാന് മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് വ്യാഖ്യാനിക്കുന്നവരുമുണ്ട്. ഇറാനിൽ ഭരണകൂട വിരുദ്ധ പ്രതിഷേധം ശക്തി പ്രാപിക്കുകയാണ്. 100ലേറെ നഗരങ്ങളിലാണ് പരമോന്നത നേതാവായ അയത്തുള്ള ഖമനേയിക്കെതിരെ പ്രക്ഷോഭം നടക്കുന്നത്. രാജ്യത്തെ ഒട്ടുമിക്ക പ്രവിശ്യകളിലേക്കും പ്രക്ഷോഭം വ്യാപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകർക്ക് നേരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിയുതിർക്കുകയും ഒട്ടേറെ പേർ കൊല്ലപ്പെടുകയും ചെയ്തതിന് പിന്നാലെ ഇറാനിൽ സൈനിക ഇടപെടൽ ഉണ്ടാകുമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ മുന്നറിയിപ്പും ഇപ്പോഴത്തെ സൈനിക നീക്കവും തമ്മിൽ കൂട്ടിവായിച്ചാണ് അഭ്യൂഹങ്ങൾ പരക്കുന്നത്. ഇറാന്റെ ദേശീയ കറൻസിയായ റിയാലിന്റെ മൂല്യം കൂപ്പുകുത്തിയതും ഇതിനൊപ്പം അസഹനീയമായ തലത്തിലേക്ക് വിലക്കയറ്റം കൈവിട്ടുയർന്നതിനും പിന്നാലെയാണ് ഇറാനിൽ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടത്. വിലക്കയറ്റത്തിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കുമ്പോൾ ഇറാൻ ഭരണകൂടം പ്രതിസന്ധിയിലാണ്. തെരുവിലെ പൊതുജനങ്ങളുടെ രോഷത്തിനും അമേരിക്കയുടെ കർശനമായ ആവശ്യങ്ങൾക്കും ഭീഷണികൾക്കുമിടയിൽ നേതാക്കൾ കുടുങ്ങിയിരിക്കുകയാണ്. പ്രക്ഷോഭം മുന്നോട്ട് പോവുകയും അമേരിക്ക ഇടപെടുകയും ചെയ്താൽ നിലവിലുള്ള അവസ്ഥ അപകടകരമാവുമെന്ന് ഒരു ഇറാനിയൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി റോയിട്ടേഴ്സ് അടക്കം റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ജൂണിൽ 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷം ഇറാന്റെ സാമ്പത്തിക അവസ്ഥ കൂടുതൽ വഷളായിട്ടുണ്ട്. അതിനിടെയാണ് പൊതുജനം ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങിയത്. വെനസ്വേലയിലെ US നടപടിക്ക് ശേഷം ട്രംപിന്റെ ആക്രമണോത്സുക വിദേശ നയത്തിന്റെ അടുത്ത ഇര ഇറാൻ ആയേക്കാമെന്ന് അധികൃതർ ഭയപ്പെടുന്നുവെന്നും റോയിട്ടേഴ്സ് ചൂണ്ടിക്കാട്ടുന്നു. ഇറാനിയൻ സമ്പദ് വ്യവസ്ഥ വർഷങ്ങളായി US അടക്കമുള്ള പാശ്ചാത്യ ശക്തികളുടെ ഉപരോധങ്ങളാൽ തകർന്ന അവസ്ഥയിലാണ്. കൂടാതെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തിയ ആക്രമണത്തിൽ സൈനികരും സാധാരണക്കാരും ഉൾപ്പെടെ 1000ലേറെ പേർ കൊല്ലപ്പെടുകയും അതിലേറെ പേർക്കും പരിക്കേൽക്കുകയും ചെയ്തു. ആണവ കേന്ദ്രങ്ങൾക്കും തകരാറുകൾ സംഭവിച്ചു. ദിവസങ്ങൾ നീണ്ട സംഘർഷങ്ങൾക്ക് പിന്നാലെ
അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായുള്ള സഹകരണം ഇറാൻ അവസാനിപ്പിച്ചതായുള്ള വാർത്തയും പുറത്തുവന്നു. വിലക്കയറ്റത്തെയും നാണയപ്പെരുപ്പത്തെയും തുടർന്ന് ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 35ആയി. ഒട്ടേറെ പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. പ്രക്ഷോഭത്തിനിറങ്ങിയവരെ ഇറാൻ ഭരണകൂടം ആക്രമിക്കുകയാണെങ്കിൽ തങ്ങൾ ഇടപെടുമെന്ന അമേരിക്കയുടെ ഭീഷണിക്ക് മറുപടിയുമായി ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങില്ലെന്നും കലാപകാരികളെ ഒതുക്കി നിർത്താൻ അറിയാമെന്നും ഖമനേയി പറഞ്ഞു. ഏകാധിപതിക്ക് മരണം എന്ന മുദ്രാവാക്യം വിളിച്ചാണ് തെരുവിൽ ചിലർ പ്രതിഷേധിക്കുന്നത്. 2022 അവസാനത്തിൽ കുർദ് വനിത മഹ്സ അമിനിയുടെ മരണത്തെ തുടർന്നുണ്ടായ ദേശീയ പ്രതിഷേധങ്ങൾക്ക് ശേഷമുള്ള ഏറ്റവും വലിയ പ്രക്ഷോഭത്തിനാണ് ഇറാൻ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. രാജ്യം പ്രക്ഷുബ്ധമായാൽ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി റഷ്യയിലേക്ക് പലായനം ചെയ്യാൻ പദ്ധതികൾ തയ്യാറാക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. സൈന്യവും സുരക്ഷാ സേനയും പിന്മാറുകയോ കൂറുമാറുകയോ ഉത്തരവുകൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുകയോ ചെയ്യുന്നുണ്ടെന്ന് കണ്ടാൽ ഖമനേയിയും സഹായികളും കുടുംബാംഗങ്ങളും അടങ്ങുന്ന 20 അംഗ സംഘം തലസ്ഥാന നഗരമായ ടെഹ്റാനിൽ നിന്ന് രക്ഷപ്പെടാൻ പദ്ധതിയിടുന്നതായാണ് വിവരം. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് കഴിഞ്ഞ ജൂണിൽ 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷം ഇറാന്റെ സാമ്പത്തിക അവസ്ഥ കൂടുതൽ വഷളായത്. കുതിച്ചുയരുന്ന പണപ്പെരുപ്പവും US ഡോളറിനെതിരെ ഇറാനിയൻ റിയാലിന്റെ കുത്തനെയുള്ള മൂല്യ തകർച്ചയും ജനത്തെ തെരുവിലിറക്കി. നിലവിൽ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഈ വർഷമോ അടുത്ത വർഷമോ വളർച്ചയ്ക്ക് വലിയ സാധ്യതയില്ല. പണപ്പെരുപ്പം, ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം, അടിസ്ഥാന വസ്തുക്കളുടെ വിലക്കയറ്റം ഇവയൊക്കെ നിലവിൽ ഇറാൻ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികളാണ്.